ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഗൈസ്. രാവിലെ തന്നെ ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അതിനു വേണ്ടി വന്നതാണ്. അതിനിടയിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഒരു ലോഷനാണ്, ബോഡി ലോഷനാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ബെഡൊക്കെ റെഡിയാക്കണം. അങ്ങനെ ബെഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു ഗൈസ്. അതായത് സ്കൂൾ നോട്ട്സ്, ടീച്ചിങ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ ആഴ്ചത്തെ ടീച്ചിങ് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിട്ടൊരു ഭാരിച്ച പണി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചിങ് നോട്ട് പ്രിപ്പയർ ചെയ്യാണ്. ആർട്ട് ആയതുകൊണ്ട് തന്നെ ഡ്രോയിങ് മാത്രമൊന്നുമല്ല, മ്യൂസിക്കും ഉണ്ട്. ഒക്കെ നമ്മളിപ്പോൾ കേരള സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയറും ചെയ്യണം. പിന്നെ കുട്ടിക്ക് വേണ്ട ആക്ടിവിറ്റീസൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇപ്പോഴേ സ്കൂളിൽ പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ ഡെയിലി വ്ളോഗൊന്നും ചെയ്യാൻ പറ്റാറില്ല, സമയം തികയാറില്ല. കാരണം രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാണ്. രാവിലെ എത്ര നേരത്തെ എണീറ്റാലും ടൈമിന് സ്കൂള് ബെല്ലടിക്കുന്ന ടൈമിലാണ് ഞാൻ സ്കൂളിൽ എത്താറ് എപ്പോഴും. അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞു. ടീച്ചിങ് നോട്ടൊക്കെ റെഡിയാക്കി. ഇനി ടൈം ടേബിൾ ഒരു കാർഡിലാക്കി വെക്കുകയാണ്. കാരണം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് നമുക്ക് ക്ലാസ്സിലേക്കൊക്കെ പോകാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് കയ്യിൽ കിട്ടും. നോട്ടിലൊക്കെ എഴുതിയത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ സ്കൂളിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. ഞാനും അമ്മാറും കൂടെ മില്ലിൽ പോയതാണ്. മുളക്, മല്ലിയൊക്കെ പൊടിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ പൊതുവെ പാക്കറ്റ് പ്രോഡക്റ്റ് അങ്ങനെ വാങ്ങാറില്ല. വീട്ടിലെ അധികം ഇങ്ങനെ മില്ലിൽ നിന്ന് പൊടിച്ചതാണ് ഉപയോഗിക്കാറ്. കാരണം നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് ചങ്ങായി നല്ല ഹാപ്പിയാണ് കേട്ടോ. എൻവയോൺമെൻറ്റൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ക്വിസ് മത്സരം ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിന് അവന് ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, പിന്നെ അവന് ചോക്ലേറ്റ്സാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ വലിയ ഗിഫ്റ്റൊന്നും വാങ്ങാറില്ല. അങ്ങനെ ചോക്ലേറ്റ് അവനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അങ്ങനെ വാങ്ങിക്കൊടുക്കാറാണ് പതിവ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം അവൻ ഫസ്റ്റ് വാങ്ങി. കഴിഞ്ഞ വർഷം അവന് സെക്കൻഡായിരുന്നു. ഇപ്രാവശ്യം അവൻ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ മിടുക്കനാകുമ്പോൾ നമ്മളതിനെ എൻകറേജ് ചെയ്യണമല്ലോ. അപ്പോൾ അവൻ പറയുന്ന എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ എൻ്റെ കൂടെ മില്ലിന് വരാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ നമുക്ക് പോവാം, നടക്കാൻ പോവാം, മില്ലിൽ പോയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാം. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റൊക്കെ വാങ്ങാൻ പോകാമല്ലോ ഷോപ്പിൽ. അതാണ് പുള്ളി പറയുന്നത്. അവൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ കൂടെ നടക്കുകയാണ്. ഇപ്പം മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് റോഡ് ഓരോ സൈഡിലായിട്ട് ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുമുണ്ട്. ഇത് വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വയലൊന്നും ഇല്ല, എന്നാലും ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കാറുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അടുത്ത് നന്നാക്കിയ റോഡായിരുന്നു, എന്നാലും മഴ പെയ്താൽ ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഈ പുഴയൊക്കെ നീന്തിക്കടന്ന് പോവുകയാണ്. അമ്മാറിനെ കിട്ടിയ ചാൻസ് വെള്ളത്തിൽ കളിക്കുമെന്നൊക്കെ ഞാൻ പേടിച്ചു. പക്ഷേ ഇല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ശ്രദ്ധിച്ച് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. ഏതെങ്കിലും ഒരു കാറോ ഓട്ടോ ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ ഞാനും അവനും നല്ല ചളിവെള്ളത്തിൽ കുളിക്കുന്നുള്ളത് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അവനോട് വേഗം നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ വീണ്ടും ഒന്ന് കറങ്ങാൻ പോവുകയാണ്. വേറെ എവിടേക്കും അല്ല, എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഉമ്മ കുറേ ദിവസമായി പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നമുക്ക് അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഓട്ടോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിനെത്തി. ഇനി ഓട്ടോ കയറണം. അങ്ങനെ ഓട്ടോ കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഒരു സമയത്ത് ഓട്ടോ ഉണ്ടാവേണ്ടതാണ്. ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടാകാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പിന്നെ ക്രോസ് ചെയ്ത് പോകുന്ന വണ്ടി ഏതെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. ഞങ്ങളങ്ങനെ നിൽക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡിലൊരു ഓട്ടോ ഉണ്ടായിരുന്നു. ഉമ്മ അവരെ ഓട്ടോ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ വന്നപ്പോൾ
ആകെ കൺഫ്യൂഷനായി. ഞങ്ങൾ അങ്ങോട്ട് ക്രോസ് ചെയ്യുമോ അല്ലെ ഓട്ടോ ഇങ്ങോട്ട് വരണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ആ ചേട്ടനുണ്ടായിരുന്നത്. അവസാനം അങ്ങ് വാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗൈസ്. ഞങ്ങളെ നാട്ടിൽ ആദ്യമേ ഉള്ളൊരു ഹോട്ടലാണിത്. ഇപ്പം നല്ല പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഹോട്ടൽ പിന്നെ ഓപ്പണല്ല, എന്താണെന്നറിയില്ല. സാധാരണയിൽ ഉച്ച സമയത്തൊക്കെ നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ്. അതുകൊണ്ട് ഞാനതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഓർത്തു. ഓട്ടോ കയറിയപ്പം അമ്മാർ പതിവ് പോലെ തന്നെ അവന് ആ ചെറിയൊരു സീറ്റിലിരിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കാൻ വേണ്ടി. പിന്നെ ചങ്ങായി മാറിയിരുന്നു. പിന്നെ ഇതന്നെ അവന് കുട്ടികളങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ വെറുതെ തലശ്ശേരി പോവുകയാണെങ്കിലും അവരത് എൻജോയ് ചെയ്യും. അവർക്കത് ആദ്യമായിട്ട് പോകുന്ന ഒരു ഫീലാണ്. അങ്ങനൊരു മൈൻഡ് സെറ്റോടുകൂടിയാണല്ലോ അവർക്ക്. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രായമൊക്കെയാണല്ലേ നല്ലത്. ഒന്നും ആലോചിക്കണ്ട, ഒന്നിനെ പറ്റിയിട്ടും ബോധേഡാവണ്ട, വളരെ രസമായിട്ട് മുന്നോട്ട് പോകുന്നൊരു കാലമാണത്. അന്നെടുത്ത് അതിൻ്റെ ഒരു വാല്യൂ അറിയില്ലെങ്കിൽ ഇപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ കുട്ടിക്കാലമാണ് ഏറ്റവും മനോഹരമായിട്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ടല്ലേ, ആകെ പഠിച്ചാൽ മാത്രം മതി. അതാണെങ്കിലോ പഠിക്കുന്നു പറയുമ്പം അതാണായിരുന്നു നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഞങ്ങൾ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അതിനിടയിൽ അമ്മാറിനടുക്ക് ട്രോളി, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര എന്താണ് പെട്ടെന്ന് ചടപടേ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കസിൻ സിസ്റ്റർ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളിങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്കൂൾ തുറന്നത് കൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നിനക്ക് ലീവ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പോകലുണ്ടാവില്ല, അതുകൊണ്ട് നമുക്കിപ്പം പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തിരക്കേ പിടിച്ച് പോകുന്നത്. അമ്മയാണെങ്കിൽ 6 മണിക്ക് ശേഷം എവിടെയും പുറത്തൊന്നും യാത്ര ചെയ്യൂല. 6 മണിയാകുമ്പോഴേക്കും ഉമ്മക്ക് വീട്ടിലെത്തണം. നമ്മളിപ്പം 5:30 മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ തന്നെ. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരൽ കണക്കായിരിക്കും, എന്നാലും ഉമ്മ നേരത്തെ തന്നെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. രാത്രി വരെയും നിൽക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ എത്തണം, എന്നിട്ട് വേഗം തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും അമ്മാർ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ തലശ്ശേരി കാഴ്ച ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, എൻ്റെ സ്വന്തം തലശ്ശേരി. ഇപ്പോൾ ബസ് റൂട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് റോഡിന്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബസ് കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ ഭാഗത്തോട്ട് യാത്ര ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മളെ സ്വന്തം കടൽപ്പാലത്തിൻ്റെ ആ ഏരിയയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അതിലൂടെയാണ് അങ്ങോട്ട് വടകര ഭാഗത്തേക്ക് പോകാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഇതിലെയാണ് പോകുന്നത്. ഇതെപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് സ്കൂളിലെ വർക്കുണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി. അപ്പോൾ ടെക്സ്റ്റൊന്നും പൂർണ്ണമായിട്ട് കിട്ടാത്തതുകൊണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നാലും കുട്ടിക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ. ഓരോ ക്ലാസ്സിലും ആകുമ്പം വ്യത്യസ്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. 1-ാം ക്ലാസ്സിലെ മക്കൾക്കാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ബേസിക്സൊക്കെ പറഞ്ഞു കൊടുത്ത് ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യിച്ച് അങ്ങനെ രസകരമായിട്ട് പോകാം. പക്ഷേ 5th മുതലുള്ള കുട്ടിയൊക്കെ നമ്മൾ നോട്ട് കൊടുക്കണം, ക്ലാസ് പറഞ്ഞു കൊടുക്കണം, അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കണം. കുറച്ച് അധികം ടാസ്ക് ഉണ്ട് 5th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്താൽ മാത്രമേ അത്രയ്ക്കങ്ങ് ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നതും ഒരു ബിഗിനർ ക്ലാസ് എടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഉമ്മ ഒറ്റയ്ക്ക് പോവില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഉമ്മ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ കുറവാണ്. അപ്പോൾ എനിക്കിത് പോകാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമായത് കൊണ്ടാണ് ഞാൻ ഈ പോകുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഓട്ടോയിലിരിക്കുന്നത് കേട്ടോ. എന്നാലും രസമല്ലേ, ഈ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്നതിലൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ, ഞാൻ ഇതിന് മുന്നേ സ്കൂളിൽ കിട്ടുന്നത് മുന്നേ ഒരുപാട് സമയം ഇരുന്ന് വരക്കുമായിരുന്നു. പക്ഷെ അതും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ കൂടി അതൊരു വേറെ തന്നെയൊരു ഫീലായിരുന്നു. ഇതിപ്പം വേറെ ഭയങ്കര തിരക്ക്. എന്നാലും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ വീട്ടിലെത്തി. ഇനിയുള്ള വിശേഷങ്ങൾ വീണ്ടും പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.